നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് കമ്മ്യൂണിസം അപ്രത്യക്ഷമായിട്ട് ഒരുപാട് കാലങ്ങളായി. കമ്മ്യൂണിസം എന്നത് മാറി ജനാധിപത്യവും അവരുടെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും ഒക്കെ എന്നേ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവസാനം ഒരു കണിക മാത്രമുണ്ടായിരുന്ന കേരളത്തിലും CPM-ന് ആശ്വാസ്യമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കമ്മ്യൂണിസം തന്നെ ഇല്ലാതാകാൻ പോകുന്ന നിലപാടും നടപടികളുമാണ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നമുക്ക് ഏവർക്കും അറിയാം. കേരളത്തിലെ CPM-ന് ദിശാബോധം നഷ്ടപ്പെട്ടിട്ട് കാലങ്ങളേറെയായി. ആകെ ഇപ്പോൾ CPM പിണറായി വിജയൻ എന്ന ഒറ്റ ഫോക്കസിലേക്ക് മാറിയിരിക്കുന്നു. ബാക്കി എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും തലയറുത്ത് തന്നെ കളയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഒരു കാലത്ത് അതിനിരയായത് VS അച്യുതാനന്ദനാണെങ്കിൽ ഇന്ന് ഒരുപിടി നല്ല നേതാക്കന്മാരെല്ലാം പാർട്ടിയിൽ നിന്ന് വെട്ടിനിരത്തപ്പെട്ടിരിക്കുന്നു. ആരെങ്കിലും തനിക്ക് പ്രതിരോധമുണ്ടാക്കുമോ എന്ന് ഭയന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ അവരെ ഇല്ലായ്മ ചെയ്യും. പിണറായി വിജയൻ ഇപ്പോൾ വേണ്ടത് താനും മരുമകനും മാത്രമടങ്ങുന്ന ഒരു ഫോക്കസാണ്. മറ്റാരെയും ഈ പാർട്ടിയിൽ വെച്ചു പൊറപ്പിക്കില്ലെന്ന നിലപാടുമായാണ് പിണറായി വിജയൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ചർച്ചയാകുന്നുണ്ട്. പാർട്ടി അണികൾക്കിടയിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലം അടുത്തപ്പോഴേക്കും എത്ര നേതാക്കന്മാരെയാണ് CPM വെട്ടിനിരത്താൻ ഒരുങ്ങുന്നത്? ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമായി കാണുന്നത് കണ്ണൂരിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രാഗൽഭ്യമുണ്ടായിരുന്ന, ഏറ്റവും വലിയ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഏറ്റവും വലിയ സ്വാധീനമുണ്ടായിരുന്ന P. ജയരാജനെ വെട്ടിനിരത്തിയതാണ്. P. ജയരാജൻ മുതൽ KK ശൈലജ മുതൽ എല്ലാ ശക്തരായ നേതാക്കന്മാരെയും വെട്ടിയൊതുക്കുകയും അവരെ ഇല്ലാതാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് K. സുധാകരൻ വരെ ചർച്ചയാകുന്നു. K. സുധാകരൻ 63 വർഷം SFIയിലൂടെ അത് കഴിഞ്ഞ് സംഘടനാ പ്രവർത്തന രംഗത്ത് സജീവമായിരുന്ന 63 വർഷം ഒരു പാർട്ടിയെയും പ്രത്യയശാസ്ത്രത്തെയും അതിരറ്റ് വലിയ രീതിയിൽ സന്തോഷിച്ചിരുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, അതിൽ ആത്മാഭിമാനം കൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, കമ്മ്യൂണിസത്തിന്റെ ഈറ്റില്ലമായിരുന്ന ആലപ്പുഴയിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്ന ഒരു നേതാവ്, അദ്ദേഹത്തെ വെട്ടിനിരത്തുന്നു. അദ്ദേഹത്തിനെ യാതൊരു തരത്തിലുള്ള പരിഗണനയും അർഹിക്കാത്ത ഒരാളായി പരിഹസിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ഒരുങ്ങുമ്പോൾ, അദ്ദേഹത്തെ ചവിട്ടി നടതള്ളാൻ ഒരുങ്ങുമ്പോൾ, ഒരുപക്ഷെ പുറത്താക്കുക എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ നടതള്ളാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി വരുന്നത്. പിണറായി വിജയനോട് എതിരിടുന്നവരോ തനിക്ക് ഏതെങ്കിലും രീതിയിൽ പ്രതിരോധം സൃഷ്ടിക്കുന്നവരെയോ വെച്ചു പൊറുപ്പിക്കില്ല എന്ന നിലപാട് തന്നെ എടുത്തിരിക്കുന്നു. നമുക്കറിയാം, MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായി വരുന്ന കാലഘട്ടം വരെ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് MV ഗോവിന്ദൻ ഒരു ബുദ്ധിജീവിയാണെന്നാണ്. എന്നാൽ പിണറായി വിജയനോടൊപ്പം MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായി കടന്നു വന്നതോടുകൂടി സത്യത്തിൽ എന്താണ് MV ഗോവിന്ദനെ സംബന്ധിച്ച് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്? കാണിച്ചിരുന്ന ബുദ്ധിജീവി നാട്യം എല്ലാം ഇല്ലാതായിരിക്കുന്നു. പിണറായി വിജയന്റെ മുൻപിൽ ആടിക്കളിക്കുന്ന കുഞ്ഞിരാമൻ മാത്രമായിരിക്കുന്നു ഇപ്പോൾ MV ഗോവിന്ദൻ എന്നാണ്. MV ഗോവിന്ദന്റെ കളിയും ചിരിയും ഒക്കെ, MV ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുമ്പോൾ പണ്ടുണ്ടായിരുന്ന ഗൗരവമൊക്കെ നഷ്ടപ്പെട്ട് ഒരു സ്ഥലകാല വിഭ്രമം ബാധിച്ചതുപോലെ, എന്തോ ഒരു പ്രശ്നം ഉണ്ടായതുപോലെ അദ്ദേഹത്തിന് നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, ഈ തെരഞ്ഞെടുപ്പോടുകൂടി KK ശൈലജ അടക്കം സകലമാന നേതാക്കന്മാരെയും വെട്ടിനിരത്തി ഇല്ലാതാക്കി താനും മരുമകനും എന്ന ശൈലിയിലേക്ക് പാർട്ടിയെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ വലിയ വിരോധാഭാസമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയെ ഏറ്റവും കൂടുതൽ നെഞ്ചേറ്റിയ, പാർട്ടിക്ക് വേണ്ടി ജീവിച്ച, പാർട്ടി എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിച്ച ഒരുപിടി നല്ല നേതാക്കന്മാരെ ഇല്ലാതാക്കുന്നു. PK ശശി ഇപ്പോൾ പാർട്ടി വിടാൻ ഒരുങ്ങുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. രാജേന്ദ്രൻ പാർട്ടി വിട്ടുകഴിഞ്ഞിരിക്കുന്നു. എല്ലാ നേതാക്കന്മാരെയും തനിക്ക് പ്രതിരോധം സൃഷ്ടിക്കുന്ന, തന്നോട് തിരിച്ചു പറയാൻ കപ്പാസിറ്റിയുള്ള ഒരു നേതാവും ഈ പാർട്ടിയിൽ ഉണ്ടാകരുത് എന്ന ആഗ്രഹമാണ് പിണറായി വിജയനുള്ളത്. സത്യത്തിൽ K. സുധാകരൻ ഒരുപക്ഷെ പിണറായിക്ക് വഴങ്ങാത്തത് കൊണ്ടാണ് K. സുധാകരനെ ഇത്തരത്തിൽ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മരുമകനെ മുഖ്യമന്ത്രിയാക്കി വാഴ്ത്താൻ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ അതിനുള്ള ശ്രമങ്ങളാണ് പിണറായി വിജയൻ നടത്തുന്നതെന്നാണ്. ഒന്നിനും കൊള്ളാത്ത വീണ ജോർജ് എന്ന മന്ത്രിയെ, ഒരു കാശിനും കൊള്ളാത്ത, ഏറ്റവും അധികം നമുക്കറിയാം 2 മന്ത്രിമാരാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കിയ, സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയ മന്ത്രി വീണ ജോർജ്. വീണ ജോർജിനെ വീണ്ടും മത്സരിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ KK ശൈലജയെ വെട്ടിനിർത്തണമെന്ന് ചിന്തിക്കുന്നതിന്റെ പിന്നിലെ കാരണം വളരെ വ്യക്തമല്ലേ? നമുക്കറിയാം, KK ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് അവരെക്കുറിച്ച് കുറച്ചെങ്കിലും ഒരു ഇമേജ് ഉണ്ടായിരുന്ന മന്ത്രിയായിരുന്നു.
ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വോട്ടിന് രണ്ടാം തവണ തെരഞ്ഞെടുക്കപ്പെടുമ്പോഴും അവരെ മന്ത്രിപദത്തിൽ എത്തിക്കാതിരിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ച പിണറായി വിജയനെ നമുക്കറിയാം. പിണറായി വിജയന്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്: തന്റെ മുന്നിലേക്ക് ആരും വരരുത്, തനിക്ക് മുകളിലേക്ക് ആരും പോകരുത്. ഇനി അഥവാ പോകുന്നെങ്കിൽ മരുമകൻ റിയാസ് മാത്രമായിരിക്കണം. റിയാസ് അല്ലാതെ മറ്റൊരാൾ ഇനി രാഷ്ട്രീയത്തിൽ ഉണ്ടാകരുത് എന്ന് ഉറപ്പിച്ച് ആ ഉറപ്പുമായാണ് പിണറായി വിജയൻ ഇപ്പോൾ CPM-നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇതിന്റെ ബാക്കി പത്രങ്ങളായി അണികൾ എന്തായിരിക്കും നൽകാൻ പോകുന്നത് എന്നുള്ളതാണ് കാത്തിരുന്ന് തന്നെ കാണേണ്ടത്. ഈ നേതാക്കന്മാരെയെല്ലാം വെട്ടിനിരത്തി ഒരുപിടി പിണറായി വിജയന് മാത്രം വിധേയമാകുന്ന നേതാക്കളെയുമായി എത്ര കാലം CPM-ന് മുന്നോട്ട് പോകാൻ കഴിയും? യഥാർത്ഥത്തിൽ നശിക്കാൻ പോകുന്നത് കമ്മ്യൂണിസമാണ്. ഇനി ഇവിടെ ഒരു തരത്തിലും ഈ പാർട്ടി തന്നെ ഇല്ലാതാകാൻ പോകുന്ന നിലപാടുമായാണ് പിണറായി വിജയൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരുപക്ഷെ BJP-യെയോ കോൺഗ്രസിനെയോ ഉപദ്രവിക്കുന്നതിലുപരി അവരുടെ നേതാക്കന്മാരെ ഉപദ്രവിക്കുകയോ വെട്ടിനിരത്താനോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും രീതിയിൽ ഇല്ലാതാക്കാനോ ശ്രമിക്കുന്നതിലുപരി പിണറായി വിജയന്റെ സർക്കാർ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് സ്വന്തം നേതാക്കന്മാരെ ഇല്ലാതാക്കാൻ തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അനന്തരഫലം എന്തായാലും CPM അനുഭവിക്കുക തന്നെ ചെയ്യും.